Hi dear friends, Assalamu alaikum. This is a carrot cake recipe. It is very easy to do. This is whipping cream. We will do heavy cream or whipping cream. We will do cream. This is beater oven. Very easy to do. Cake. This is cooker. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 ക്യാരറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. നല്ല വലിപ്പമുള്ള 2 ക്യാരറ്റ് ആണ്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എത്രയാണ് അളവെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള നല്ല കളറുള്ള ക്യാരറ്റ് തന്നെ എടുക്കണം. ഒന്ന് പീൽ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ഒരു ഹോളുള്ള ആ ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ ചങ്ക്സ് ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതേപോലെ നല്ല നൈസായിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ടയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലുള്ള വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ഈസി ആയിരിക്കും. കൈ ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റൊക്കെ ഇതേപോലെ ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ള മാവൊക്കെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. എന്നിട്ട് 1.5 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. തണുത്ത പാലല്ല, തണുക്കാതെയുള്ള പാൽ തന്നെ ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് പാല് പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ പോയിട്ടുള്ള പാലാണ്. അതിൽ നിന്നും 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയുടെയും അതുപോലെ ക്യാരറ്റൊക്കെ അതിലെത്ര വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബാറ്ററിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് 1.5 കപ്പാണ് ഈ ഒരു 2 ക്യാരറ്റിൽ നിന്നുള്ളത്. അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു തടിയുടെ തവിയോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പാലിൻ്റെ ആവശ്യമില്ല. 1/2 കപ്പിൽ നിന്നും ഒരു 1/4 കപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു കേക്ക് 8 ഇഞ്ചിൻ്റെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ലിറ്ററിൻ്റെ ഒരു ഉയരമുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കേക്ക് താഴെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാനായിട്ട്. ഈ ഒരു കുക്കറിൻ്റെ അടപ്പിൻ്റെ ആ വാഷർ കളഞ്ഞിട്ടില്ല, അതിൻ്റെ ആ വിസിൽ മാത്രം മാറ്റിയാൽ മതി. വാഷർ മാറ്റേണ്ട ആവശ്യമില്ല. വിസിൽ വെക്കരുത്. നമ്മളിങ്ങനെ കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ വിസിൽ വെക്കേണ്ട. ഒരു അയണിൻ്റെ തവ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ട് ഇനി ഈ കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നേരിട്ട് അടുപ്പിലേക്ക് കുക്കർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതേപോലെ ഏതെങ്കിലും പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതൊരു 1 മണിക്കൂർ വരെ എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. അപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കാനായിട്ട് ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് നല്ല മധുരം വേണമെങ്കിൽ 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ടിത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. ഇതിൽ നിന്നും ഞാൻ ഒരു 2 ചെറിയ ബൗളിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ആ ഒരു ഇത് പൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് ടച്ച് ചെയ്യുന്ന വിധത്തിൽ കവർ ചെയ്ത് കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗ്രീൻ കളറും ഓറഞ്ച് ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. ഗ്രീൻ കളറ് ലിക്വിഡ് കളറാണ്. ഒരുപാട് കളറില്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ആവി വരുന്നുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. അതുമല്ല കൂടുതലായിട്ട് ബാറ്റർ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. അപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇത് തുറന്ന് നോക്കാവൂ. അതിന് മുമ്പായിട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് കുഴിഞ്ഞു പോവും. ഇപ്പോൾ ഒരു സ്ക്യൂവർ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിലുള്ള ഒരു കേക്കാണ്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ തന്നെ ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു വയർ റാക്കിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. കുക്കറിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഈ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതെ അതുപോലെ മിക്സിയുടെ ജാറിലും അല്ല ഈ ഒരു മുട്ടയൊന്നും ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. വെറും 2 മുട്ട മാത്രം വെച്ചിട്ടല്ലേ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ പാൽ കൊണ്ട് ചെയ്തിട്ടുള്ള ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു 150 ഗ്രാമോളം ബട്ടർ ചേർക്കുന്നുണ്ട്. കുറച്ച് മുമ്പേ ബട്ടറൊക്കെ എടുത്ത് പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ നമ്മൾ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമ്മളിത് സോഫ്റ്റാക്കി എടുക്കാൻ കുറച്ച് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ പുറത്തെടുത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ബട്ടർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നെയ്യ് വെച്ചിട്ടും ചെയ്യാം. നെയ്യ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നെയ്യ് ആദ്യം തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട്
ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തൊന്ന് കട്ടിയാകുമ്പോൾ വേണം ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനും തിക്കാകത്തുമില്ല. ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ക്രീമി ആക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. നേരത്തെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ബീറ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പകുതി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ബട്ടർ, ക്രീമി ആയിട്ട് വന്നിട്ടുള്ള ബട്ടർ ഈ ഒരു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ക്രീം കൊണ്ട് ഒന്ന് തിക്കായിട്ട് വരും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ടായതുകൊണ്ട് കൂടുതലായിട്ട് ടൈം എടുക്കും. ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ വരും. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഐസിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. കേക്കിനി ഒന്ന് 2ആയിട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു 3-4ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അത്രയ്ക്കും നല്ല ഉയരമുള്ളൊരു കേക്കാണിത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ പീസൊന്നും ഒരുപാടൊന്നും കാണാനില്ല. നമ്മൾ ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ക്യാരറ്റിൻ്റെ പീസൊന്നും അങ്ങിങ്ങായിട്ട് കിടക്കുന്നൊന്നുമില്ല. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഷുഗർ സിറപ്പിന് പകരം ഞാൻ പാലാണ് ചേർക്കുന്നത്. പാലിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. എല്ലായിടത്തേക്കും ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അല്ലെങ്കിൽ ബട്ടർ ക്രീം വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു കേക്കിൻ്റെ ആ ഒരു ക്രീം പോലെ തന്നെ ഉണ്ട്. നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നും സ്റ്റിഫായിട്ട് കിട്ടാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ക്രീമാണിത്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കാരമൽ ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ടാണ് ചേർത്തിട്ടുള്ളത്. അത് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ചേർത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി. ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ക്യാരറ്റ് കേക്കിന് ഒരു നട്ട്സിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ഫിനിഷാക്കിയൊന്നും എടുക്കുന്നില്ല. സൈഡൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. കേക്ക് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള ക്രീമും ഗ്രീൻ കളറിലുള്ള ആ ഒരു ക്രീമും പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്തിട്ട് ഒരു ക്യാരറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ ഒരു ക്യാരറ്റിൻ്റെ അതേ ഒരു കളറിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഡ്രോപ്പ് മാത്രമേ ഓറഞ്ച് കളർ ജെൽ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നല്ലൊരു കളറും നല്ലൊരു ഭംഗിയുണ്ട്. ഇനി ഗ്രീൻ കളർ വെച്ചിട്ട് ഇതിന് ലീഫ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രീൻ കളർ എൻ്റെ അടുത്തുള്ളത് ലിക്വിഡ് കളറാണ്. അതിന് ഒരുപാട് കളറില്ലാത്തതുകൊണ്ട് ഈ ഒരു ഡാർക്ക് ഗ്രീൻ പോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ക്രീമും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്